നടത്തിച്ചേ പറ്റൂ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടപ്പിലാക്കണം. തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. നടത്തിയിരിക്കും. ഞങ്ങൾ മഹിളാ മോർച്ചയാണോ BJP മഹിളാ മോർച്ചയാണോ ഞങ്ങൾ നടത്തിയിരിക്കും. ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നശിക്കും. ഈ ബുദ്ധിയില്ലാത്ത പെൺപിള്ളേരൊക്കെ കൊണ്ട് വല്ല സെല്ലിലടച്ചോ. നീ മഹിളാ മോർച്ച ആൾക്കാരെ എപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വേണ്ടോ? കേരളത്തിലെ നിങ്ങളെ നമ്മുടെ നാട് നന്നാവണ്ടോ വികസിക്കണ്ടോ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ തൊട്ടടുത്ത് ഗവൺമെന്റ് ആശുപത്രി പോയാൽ മതി. ഈ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അവിടെ പോയാൽ അറിയാം. ഈ ഗവൺമെന്റ് ആശുപത്രി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ഔദാര്യം പോലെ ചോദിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴും. നിങ്ങൾ ഈ പെമ്പിള്ളേർക്ക് ഫ്രീ ടിക്കറ്റ് പണണ മുമ്പേ നിങ്ങൾ ഈ ബാക്കിയുള്ള ആരോഗ്യപരമായ രംഗത്ത് നിങ്ങളോട് ശ്രദ്ധിക്കും. വല്ല മരുന്നോ ഈ ഒന്നില്ലാത്തവർക്ക് എന്തെങ്കിലും കിട്ടണ ഇതിലാക്ക്. ഓരാണ്ട് ഭയങ്കര അന്തസ്സുള്ള കാര്യം ഇപ്പം ചെയ്ത് വെച്ചാണ് എന്തായാലും. ബസ്സിൽ കയറി ആ പാവപ്പെട്ടവൻ്റെ ടിക്കറ്റും മൂഞ്ചി നാണം കിട്ട ആറ്റിങ്ങൾ വരെ പോയിന്ന് വെഞ്ഞമ്പേ നിങ്ങൾക്ക് തീട്ടുന്നതിന് എന്താട്ടോ ഉള്ള കേസ് പറയാം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇത് ആരെങ്കിലും ചേച്ചിമാർ കാണണ്ടെങ്കിൽ നിങ്ങൾ പോയി തൂങ്ങി ചത്തോ. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും കൂടി നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വാണങ്ങൾ ഇറങ്ങിക്കോളും. മഹിളാ മോർച്ച പാറിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള കർത്താവ് സമാധാനം ഇല്ലാണ്ടായി പോകണം. ബസ്സിൽ ഫ്രീ ടിക്കറ്റ് എത്ര പേടെ നഷ്ടമാണ് നിങ്ങൾ ഈ ഫ്രീ ടിക്കറ്റ് മൂന്നുകൊണ്ട് ഈ നാടുണ്ടാവണം നിങ്ങൾക്ക് അറിയും. ഞാൻ കോൺഗ്രസിൻ്റെ എതിരൊന്നുമല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറേ നയങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ഭയങ്കര മോശം. ഒരു വീൽ ചെയർ പോലും മര്യാദയ്ക്ക് ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടപ്പെടുന്ന കൊണ്ടിട്ട് ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പറയാം. നിങ്ങൾ ആദ്യം പോയി ഗവൺമെൻറ് ആശുപത്രി നോക്ക്. എല്ലാ ആശുപത്രിയും ഓൾമോസ്റ്റ് വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ്. അതിനൊക്കെ വേണ്ടി പ്രതികരിക്കും. ഓസിന് കിട്ടിയ നക്കൂലേ പോയി നാണം കെട്ടവരെ തെണ്ടികൾ. നാട് നശിക്കട്ടെ. നാശിച്ച് മുടിഞ്ഞിവിടെ എല്ലാവരും ഇറങ്ങി ഓടണം.